ഓർമ്മയ്ക്കായി ഭാഗം 62. എന്താണ് അൽഫി, അത്ര ഇമ്പോർട്ടൻ്റായ കാര്യമാണോ? ഇമ്പോർട്ടൻ്റായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. എൻ്റെ പെണ്ണിനെ സംബന്ധിച്ച എല്ലാ കാര്യവും ആൽഫിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആൽഫി പറഞ്ഞു. അപ്പോൾ അവൻ്റെ ലക്ഷ്യം അമ്മു തന്നെയാണോ ഇപ്പോഴും, ആൽഫി? ജഗദീഷ് ചോദിച്ചു. അവൻ്റെ ലക്ഷ്യം ഇപ്പോഴെന്നല്ല, എപ്പോഴും അപർണ തന്നെയാണ്. പക്ഷേ അത്രയും പറഞ്ഞ് ആൽഫി ഒന്ന് ചിന്തിച്ചു. എന്താണ് ഒരു പക്ഷേ? അതാ ഞാൻ പറഞ്ഞത്, ഒരു കാര്യമുണ്ട്, അത് പിന്നെ പറയാം എന്ന് ആൽഫി പറഞ്ഞു. എന്തായാലും അവൻ്റെ പുറകെ നമ്മുടെ ആളുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അല്ലേ ആൽഫി? കേശവ് ചോദിച്ചു. അതിന് ആൽഫി ഒന്ന് മൂളി. അതെ, ദേ വല്യപ്പച്ചൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആൻസി പുറത്തേക്ക് വന്നതും അവരെല്ലാവരും അവളെ ഒന്ന് നോക്കി. പിന്നെ അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് ചെന്നതും വല്യപ്പച്ചൻ ഇരിക്കുന്നത് കണ്ടു. നാളെ രാവിലെ ആൽഫി, നമുക്ക് രണ്ടുപേർക്കും പള്ളി വരെ ഒന്ന് പോകണം, വല്യപ്പച്ചൻ പറഞ്ഞു. എന്താ വല്യപ്പച്ച? കാര്യമുണ്ട് എന്ന് മാത്രം വല്യപ്പച്ചൻ പറഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കൊച്ചപ്പച്ചനും ഫാമിലിയും അവിടെ നിന്നും പുറത്തേക്കും ഇറങ്ങി. അപ്പോൾ പള്ളിയിൽ ഇടം തിരിവാണ് ആൽഫിയുടെ വിവാഹത്തിന്, കൊച്ചപ്പച്ചൻ പറഞ്ഞു. ഇല്ല, ഒരിക്കലും നരിക്കുന്നേൽ വീട്ടുകാരെ വെറുപ്പിക്കാൻ പള്ളിയിലെ അച്ഛൻ എന്തായാലും ശ്രമിക്കില്ല. ഇതിനിടയ്ക്ക് ആരോ എന്തോ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മാണിക്കത്താന്മാർ ആകാനാണ് സാധ്യത, വേറെ ആരും ആകില്ല, പ്രിൻസി പറഞ്ഞു. നോക്കാം, എന്തായാലും നാളെ അവർ പള്ളിയിലേക്ക് പോയിട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. അന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആൽഫി മനക്കിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് വല്യപ്പച്ചൻ, ആൽഫി, നീ നാളെ കൊച്ചിനെയും കൊണ്ട് നേരെ പള്ളിയിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും, വല്യപ്പച്ചൻ പറഞ്ഞു. അമ്മുവിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണോ വല്യപ്പച്ച? ആൽഫി ചോദിച്ചു. വേണം, നാളെ നീയും കൊച്ചും കൂടി അങ്ങോട്ട് വന്നാൽ മതി, വല്യപ്പച്ചൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഇറങ്ങാൻ പോയതും മുറ്റത്ത് ഫോണിൽ ആരോട് സംസാരിച്ച് നിൽക്കുന്ന ഏഞ്ചലിനെ ആൽഫി കാണുന്നത്. അവളെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോകാൻ പോയ ആൽഫിയെ കണ്ട അവൾ ഇച്ചായ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവളെ കണ്ടതും ആൽഫി ഒന്ന് നോക്കി. എന്താ? ആൽഫി ചോദിച്ചു. അത് പിന്നെ ഇച്ചാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏഞ്ചൽ ചോദിച്ചു. ഞാൻ എവിടെ പോവുകയാണെന്ന് നിന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ നീ എൻ്റെ ആരാണ്? ആൽഫി ചോദിച്ചു. അതല്ല, ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ. അവൾ ഫോണിലേക്ക് നോക്കി. സമയം 9:30 കഴിഞ്ഞു. ഇപ്പോൾ ഇച്ചായനെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചതാ. എനിക്ക് പലയിടത്തും പോകാനുണ്ടാവും, അതന്വേഷിച്ച് വരാൻ നിൽക്കണ്ട നീ, കേട്ടല്ലോ? ആൽഫി അല്പം ദേഷ്യത്തിലാണ് പറഞ്ഞത്. അയ്യോ ഇച്ചായ, ഞാൻ വേറെ ഒന്നുമല്ല, ഇച്ചാൻ ഫ്രീ ആണെങ്കിൽ കുറച്ചു നേരം സംസാരിക്കാമെന്ന് കരുതി ചോദിച്ചതാണ്, അവൾ പറഞ്ഞു. ഇല്ല, ഞാൻ ഫ്രീ അല്ല, ഇപ്പോഴും അല്ല, കുറച്ച് ദിവസത്തേക്കും ഫ്രീ ആകില്ല. അതിൻ്റെ കാരണം നിനക്കറിയാലോ, എൻ്റെ വിവാഹം നടക്കാൻ പോവാണ്, അപ്പോൾ അതിൻ്റേതായ തിരക്ക് എനിക്കുണ്ടാകും, ആൽഫി പറഞ്ഞു. അറിയാം, എന്നാലും നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയാൻ നോക്ക്, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാനുള്ളതാണ്, ആൽഫി പറഞ്ഞു. ഇച്ചായൻ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോവല്ലേ? അവൾ ചോദിച്ചു. ഏത് പെൺകുട്ടിയെ? അപർണ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ? അവൾ ചോദിച്ചു. അല്ല, ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോവുകയാണ്, അപർണ ആൽഫ്രഡ് സാമുവലിനെ കാണാൻ വേണ്ടി പോവുകയാണ്, ആൽഫി പറഞ്ഞു. ഇച്ചായ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇച്ചായനെ ഇഷ്ടമാണ്, അത് ഇച്ചായനും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ ഇഷ്ടമല്ലല്ലോ. എൻ്റെ ഇഷ്ടത്തിന് അല്ല, എൻ്റെ പ്രണയത്തിന് 7-8 വർഷത്തെ പഴക്കമുണ്ട്. ഇച്ചാൻ അറിയായിരിക്കും, അല്ലെങ്കിൽ ഇച്ചാൻ അറിയാത്തതുപോലെ നടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അന്നൊന്നും ആൽഫിച്ചാൻ ഞാൻ ഇച്ചാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നോട് അത് വേണ്ട, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇച്ചാൻ്റെ മനസ്സിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നോട് പറയായിരുന്നു, എന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കായിരുന്നു. ഇച്ചാൻ അങ്ങനെയൊന്നും ചെയ്യാതെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇച്ചായനും എന്നോടൊരു ഇഷ്ടം ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ
പെട്ടെന്ന് വന്നിട്ട് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമാണെന്നും ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ എന്തോ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലേ ചായ. എൻ്റെ 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 അവസ്ഥ ചായ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഏഞ്ചൽ പറഞ്ഞു. ആൽഫി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഏഞ്ചൽ, നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം, നിനക്കെന്നെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ അത് നിൻ്റെ മനസ്സ് തുറന്നുള്ള ഇഷ്ടമല്ല ഏഞ്ചൽ. ആരൊക്കെയോ നിന്നെ പറഞ്ഞ് എന്നെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിച്ചു കൊണ്ടുള്ള ഇഷ്ടമാണ്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കയറ്റി മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അല്ലാതെ നീ മനസ്സ് തുറന്ന് നിൻ്റെ മനസ്സിൽ നിന്ന് വന്ന നീ സ്വന്തമായിട്ടെടുത്ത ഇഷ്ടമൊന്നും അല്ല എന്നോട്. ആരൊക്കെയോ പറഞ്ഞത് കേട്ട് എടുത്ത ഒരു തീരുമാനം. അത് മാത്രമാണ് ഏഞ്ചലിന് ആൽഫിയോടുള്ള പ്രണയം. അതുകൊണ്ട് തന്നെയാണ് ആ പ്രണയത്തെ ആൽഫി കാണാതിരുന്നതും അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെച്ചതും. നീ ഞാൻ പറഞ്ഞതുപോലെ നല്ല കുട്ടിയാ. ഇപ്പോൾ നല്ലൊരു ഡോക്ടർ ആവേണ്ടതാണ്. നിനക്ക് പറ്റിയ ഒരു ചെക്കനെ നീ തന്നെ നിൻ്റെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റും. നല്ലൊരു ഡോക്ടർ ചെക്കൻ നിനക്ക് വേണ്ടി എവിടെയെങ്കിലും ഉണ്ടാകും. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിൻ്റെ സന്തോഷമായ ജീവിതത്തെ, നിൻ്റെ നല്ല മനസ്സിനെ, ദൈവത്തെ ഓർത്ത് നീ നശിപ്പിക്കരുത്. ഇപ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്നവരെന്നും നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ തള്ളി പറയാം. നിനക്ക് നീ മാത്രമേ ഉണ്ടാകൂ. ആദ്യം അത് മനസ്സിലാക്ക്. എന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നത് പോലെ നന്നായിട്ട് പഠിക്ക്, ഡോക്ടറാവ്. എന്നിട്ട് നല്ലൊരു ഡോക്ടറായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന നല്ലൊരു ഡോക്ടറാവ്. അല്ലാതെ വീട്ടുകാർ പറഞ്ഞു തരുന്ന കുശുമ്പും കുന്നായ്മയും പകയും പ്രതികാരവും അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ നല്ലൊരു ഡോക്ടറായിട്ട് മാറ്. കേട്ടോ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എൻ്റെ ആൻസിയൊക്കെ പോലെ തന്നെയാണ് എനിക്ക് നീയും. അതുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം അതൊന്ന് നീ മറന്നു നോക്ക്. നീ തന്നെ ശ്രമിച്ചു നോക്ക്. 2 ദിവസം മതിയായിരിക്കും നിനക്ക് എന്നെ നിൻ്റെ മനസ്സിൽ നിന്ന് കളയാൻ. കാരണം നിൻ്റെ മനസ്സിൽ അത്രയ്ക്കേ ഉള്ളൂ ആൽഫി. അല്ലാതെ ഒരുപാട് വർഷം എൻ്റെ പ്രണയത്തെ ഓർത്ത് സങ്കടപ്പെട്ടൊന്നിരിക്കാൻ നിനക്ക് പറ്റില്ല, എനിക്ക് ഉറപ്പുണ്ട്. കേട്ടോ? അപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ, എൻ്റെ ഭാര്യ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ആൽഫി അവളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ്റെ വണ്ടിയിൽ വന്ന് കയറി. അവൻ പോകുന്നത് നോക്കി ഏഞ്ചൽ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് അവളുടെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് കണ്ടതും അവൾ തിരിഞ്ഞു നോക്കി. ചാൾസ് ആയിരുന്നു അത്. എടോ, ഇച്ചായൻ പറയുന്നത് എല്ലാം ഞാൻ കേട്ടു. സത്യമാണ് ഇച്ചായൻ പറഞ്ഞത്. തനിക്ക് ഇച്ചായനോട് പ്രണയമൊന്നല്ലായിരുന്നടോ. താൻ തൻ്റെ ആൻറ്റി പറഞ്ഞത് മാത്രം കേട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയതായിരുന്നു. കണ്ണു തുറന്ന് നോക്കടോ. തന്നെ പ്രണയിക്കുന്ന, തന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ തൻ്റെ ചുറ്റുപാടും ഉണ്ടാകും. കണ്ടില്ല എന്ന് വെക്കല്ലേ അവരെ. അവരായിരിക്കും ചിലപ്പോൾ തൻ്റെ യഥാർത്ഥ പ്രണയം. അത്രയും പറഞ്ഞ് ചാൾസ് അവനിൽ നിന്ന് തിരിഞ്ഞു നടന്നു പോകുമ്പോൾ ഏഞ്ചൽ അവനെ ഒന്ന് നോക്കി. അവൻ എന്താ പറഞ്ഞത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിച്ച് ഔട്ട് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രിൻസിയും നീനയും എല്ലാം അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നീ സംസാരിച്ചോ അവനോട്? പ്രിൻസി ചോദിച്ചു. സംസാരിച്ചു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ആകാംക്ഷയോടെ പ്രിൻസി ചോദിച്ചു. എന്താ ആൻറ്റി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ആൽഫിച്ചാൻ വിവാഹം കഴിച്ചു. ഞാൻ ചെന്ന് ഇപ്പോൾ സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കും എന്ന് ചിന്തിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. കാരണം ആൽഫിയുടെ പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചാൻ്റെ കണ്ണുകളിൽ ആ കുട്ടിയുടെ പേരൊന്ന് പറഞ്ഞാൽ മതി, ആ കണ്ണുകളുടെ തിളക്കം കാണാൻ പറ്റും. അത് യഥാർത്ഥ പ്രണയമാണ്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് വരുന്ന പ്രണയമല്ല. അത്രയും പറഞ്ഞ് ഏഞ്ചൽ അകത്തേക്ക് പോകുമ്പോൾ പ്രിൻസിയും നീനയും പരസ്പരം നോക്കി. അപ്പോൾ ആ വഴി അടഞ്ഞു അല്ലേ മമ്മി? പ്രിൻസിയോട് നീന ചോദിച്ചു. അവനിപ്പോൾ പോയിരിക്കുന്നത് ആ പെണ്ണിൻ്റെ അടുത്തേക്കായിരിക്കും അല്ലേ? ആയിരിക്കും മമ്മി. കാരണം അവർ വിവാഹം കഴിച്ചതാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൽഫിച്ചായൻ അവിടെയായിരിക്കും. പിന്നെ എന്തിനാണാവോ ഈ പ്രദർശനം മുഴുവൻ നടത്താൻ പോകുന്നത്? ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ഒരു വിവാഹ ഒരുക്കം. എന്തിനതൊക്കെ? മറ്റുള്ളവരെ കാണിക്കാനോ? പ്രിൻസി ദേഷ്യത്തോട് ചോദിച്ചു. അല്ല മമ്മി, അത് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നതിൻ്റെ വിവാഹമാണ്. അതിന് ഒരു ആനച്ചന്തം ഉണ്ടാകും, നീന പറഞ്ഞു.
അവർ മകളെ ഒന്ന് നോക്കി. നീ ഇപ്പോൾ അവരുടെ സൈഡ് പിടിക്കാൻ വന്നിരിക്കുകയാണോ? അല്പം ദേഷ്യത്തോടെ പ്രിൻസ് ചോദിച്ചു. മമ്മി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനെന്ത് ചെയ്തിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നീനയും അകത്തേക്ക് കയറിപ്പോയി. പ്രിൻസി അവിടെ തന്നെ നിന്നു. നരിക്കുന്നേൽ തറവാട്ടിലേക്ക് ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ പകയെരികയായിരുന്നു. ആൽഫിയുടെ അമ്മച്ചി ജെസ്സിയോടുള്ള പക, തൻ്റെ പ്രണയമായ ജോർജിനെ തട്ടിയെടുത്ത ജെസ്സിയോടുള്ള പക. നരിക്കുന്നൽ തറവാട്ടിൽ മൂത്ത മരുമകളായി സന്തോഷത്തോടെയും ആർഭാടത്തോടെയും അവൾ വാഴുമ്പോൾ തൻ്റെ പ്രണയം നഷ്ടപ്പെട്ട ദേഷ്യത്തിലും പകയിലും സാമുവലിൻ്റെ അനിയൻ സ്റ്റീഫൻ്റെ മകൻ ജോർജ് സ്റ്റീഫനെ വിവാഹം കഴിച്ചത് തൻ്റെ തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. സാമുവൽ നരിക്കുന്നേലിൻ്റെ മൂത്ത മകൻ ജോർജ് സാമുവൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ താൻ വിവാഹം കഴിച്ച ജോർജ് സ്റ്റീഫൻ പേരിൽ മാത്രമേ സാമ്യമുണ്ടായിരുന്നുള്ളൂ. സ്വഭാവത്തിലും പ്രവൃത്തിയിലും ജോർജ് സാമുവൽ നരിക്കുന്നേലിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു ജോർജ് സ്റ്റീഫൻ. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചെയ്യുന്ന ബിസിനസ്സെല്ലാം പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. താൻ ആഗ്രഹിച്ച ഒരു ജീവിതമേ അല്ലായിരുന്നു തനിക്ക് കിട്ടിയത്. പ്രിൻസി നരിക്കുന്നേൽ വീടിൻ്റെ മുൻവശത്തേക്ക് നോക്കി നിന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷേ ജോർജിൻ്റെയും ജെസ്സിയുടെയും സന്തോഷം പ്രിൻസിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തിനും പോന്ന ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ എന്ന ഒരു ചുറുചുറുക്കുള്ള മകൻ, സ്നേഹം കൊണ്ടും ബിസിനസ് കൊണ്ടും എല്ലാം ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഭർത്താവ്, ഇത് രണ്ടും ജെസ്സിക്ക് കിട്ടി. പക്ഷേ തനിക്കോ? തൻ്റെ മകളുടെ വിവാഹം നടത്താൻ പോലും അവരുടെ ഔദാര്യം സ്വീകരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. പ്രിൻസിക്ക് ദേഷ്യവും പകയും എല്ലാം ആളിക്കത്തുകയായിരുന്നു. നരിക്കുന്നേൽ തറവാടിൻ്റെ മൂത്ത മകൾ എന്ന സ്വപ്നം തന്നിൽ നിന്നും കൈവിട്ടു പോയപ്പോൾ അനുഭവിച്ച അതേ അവസ്ഥ, അതേ ഭ്രാന്തമായ അവസ്ഥയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നത് എന്ന് പ്രിൻസിക്ക് തോന്നി. നരിക്കുന്നേൽ കുടുംബത്തിൻ്റെ നാശം ആഗ്രഹിച്ച പ്രിൻസിക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടത് നരിക്കുന്നേൽ കുടുംബത്തിൻ്റെ സന്തോഷവും ഉയർച്ചയുമായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ ഉയർച്ച തൻ്റെ കൺമുന്നിൽ കാണുന്ന പ്രിൻസിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കുടുംബത്തിലേക്ക് വീണ്ടും ഉയർച്ചയുടെ പടികൾ കയറിക്കൊണ്ട് അപർണ സുബ്രഹ്മണ്യം കൂടി വന്നിരിക്കുന്നു. ഇതെല്ലാം ആലോചിക്കുമ്പോൾ പ്രിൻസിക്ക് നിയന്ത്രണം പോകുന്നുണ്ടായിരുന്നു. പകയോടെ ഇതെല്ലാം നശിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ പ്രിൻസി നരിക്കുന്നേൽ തറവാട്ടിലേക്ക് നോക്കി നിന്നു. അഗ്നിദേവിൻ്റെ പുതിയ വീട്ടിലേക്കാണ് യുവരാജും പാർത്ഥസാരഥിയും ചെന്നത്. അവിടെ ചെന്നപ്പോഴേ കണ്ടു അഗ്നിദേവിൻ്റെ വണ്ടി കിടക്കുന്നത്. അഗ്നി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, പാർത്ഥസാരഥി പറഞ്ഞു. നീ വാ, കയറി നോക്കാം. അതിന് ഇവിടുത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, യുവരാജ് പാർത്ഥസാരഥിയോട് ചോദിച്ചു. വാ, നമുക്ക് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവർ അകത്തേക്ക് നടന്നു. ഇവിടെ അഗ്നിദേവ് വന്നിട്ടുണ്ടോ? പാർത്ഥസാരഥി അവിടെയുണ്ടായിരുന്ന ഒരു ജോലിക്കാരനോട് ചോദിച്ചു. സാറ് മുകളിലെ റൂമിലുണ്ട്. മുകളിലെ റൂമിലോ? പാർത്ഥസാരഥി ചോദിച്ചു. അതെ, ഇവിടെ നിന്ന് പടികൾ കയറിപ്പോയ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന റൂം. അയാൾ പറഞ്ഞതും പാർത്ഥസാരഥിയും യുവരാജും മുകളിലേക്കുള്ള പടികൾ കയറി. അയാൾ പറഞ്ഞ റൂമിൻ്റെ മുന്നിൽ എത്തിയതും യുവരാജും പാർത്ഥസാരഥിയും പരസ്പരം നോക്കി. ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചതും ഡോറ് തുറന്നു. പാർത്ഥസാരഥി പതിയെ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കി. റൂമിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറി. ഇവിടെയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, പാർത്ഥസാരഥി യുവരാജിനോട് പറഞ്ഞു. കയറിപ്പോര്. അഗ്നിയുടെ ശബ്ദത്തോടൊപ്പം അവൻ ക്ലാപ്പ് ചെയ്യുന്ന ശബ്ദം കൂടി കേട്ടു. അതോടുകൂടി റൂമിലെ ലൈറ്റുകൾ എല്ലാം തെളിഞ്ഞു. വെളിച്ചത്തിൽ ചുറ്റുമുള്ള കാഴ്ചകളിൽ അവർ പകച്ചു നോക്കി നിൽക്കുകയായിരുന്നു. പാർത്ഥസാരഥിയും യുവരാജും അവർ ചുറ്റും നോക്കിക്കൊണ്ട് പിന്നെയാണ് അവർ ബെഡിലേക്ക് നോക്കിയത്. ബെഡിൽ കിടക്കുന്ന അഗ്നിയെ കണ്ടതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അഗ്നി, ഇതെന്താ? ഞാൻ പറഞ്ഞത് വിശ്വാസമാവാഞ്ഞിട്ട് അത് അന്വേഷിച്ച് ഇറങ്ങിയതാണോ ചേട്ടനും അനിയനും കൂടി? അഗ്നി ചോദിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അല്ല അഗ്നി, ഞങ്ങൾക്കെല്ലാം അറിയണം, എന്താ സംഭവിച്ചത് എന്നറിയണം. എന്നാൽ മാത്രമേ എന്തെങ്കിലും ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ, യുവരാജ് പറഞ്ഞുകൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. അവൾ എൻ്റെ അടുത്ത് തന്നെ വരും. എൻ്റെ പ്രണയം, സ്നേഹം, കരുതൽ എല്ലാം തിരിച്ചറിഞ്ഞതാണ്. അതൊരിക്കലും അവൾക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്നത് ആൽഫിയാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അഗ്നി പറഞ്ഞു. എന്നാലും അഗ്നി, അപർണ എങ്ങനെയാണ് നിന്റെ ഭാര്യയായത്?
അവൾക്ക് എങ്ങനെയാണ് ഓർമ്മ നഷ്ടപ്പെട്ടത്? യുവരാജ് ചോദിച്ചു. അഗ്നി പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൻ അവളെ ആദ്യമായിട്ട് കണ്ടത് മുതലുള്ള കാര്യങ്ങൾ എല്ലാം അഗ്നി പറഞ്ഞു. അവൻ പറയുമ്പോൾ അവൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു യുവരാജും പാർത്ഥസാരഥിയും. ഓരോ സംസാരത്തിലും അവനിൽ തെളിയുന്ന മുഖം, അതുപോലെ തന്നെ അവൾ വീണ കാര്യം മുതൽ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന കണ്ണുനീരിൻ്റെ നീർത്തിളക്കം, ഇതെല്ലാം യുവരാജും പാർത്ഥസാരഥിയും കാണുകയായിരുന്നു. അപർണയോടുള്ള പ്രണയം പിന്നീട് അഗ്നി അവളെ അന്വേഷിച്ച് നടന്നിട്ടും കാണാൻ സാധിക്കാതെ ഇരുന്നതും, വർഷങ്ങൾ ശേഷം അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള അറിവിൽ അവളെ കാണാൻ വന്നതും, ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും എല്ലാം അഗ്നി പറഞ്ഞു കഴിഞ്ഞതും, അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറിപ്പോകുന്നത് പാർത്ഥസാരഥിയും യുവരാജും കണ്ടത്. അവരുടെ കണ്ണുകളിലും പറയാൻ പറ്റാത്ത ഭാവമായിരുന്നു അപ്പോൾ. ആൽഫി മനക്കിലെത്തുമ്പോൾ അവനെ കാത്ത് മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മു. വണ്ടി ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കുമ്പോഴേ ആൽഫി കണ്ടിരുന്നു മുകളിൽ നിൽക്കുന്ന അമ്മുവിനെ. അത് കണ്ടതും ആൽഫിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വണ്ടിയിൽ നിന്നും ഇറങ്ങി അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ ബെല്ലടിച്ചതും വാതിൽ തുറന്നത് ചന്ദ്രശേഖരായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വരില്ല എന്ന്. മോൻ ഭക്ഷണം കഴിച്ചായിരുന്നോ? ചന്ദ്രശേഖർ ചോദിച്ചു. കഴിച്ചിട്ടാ വന്നത്. എന്നാ ചെല്ല്, മോള് മുകളിലേക്ക് പോയിട്ടുണ്ട്, ചന്ദ്രശേഖർ പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് പടികൾ കയറി അവൻ മുകളിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്ന് വാതിൽ തുറന്നു നോക്കിയിട്ടും അവിടെ അമ്മുവിനെ കണ്ടില്ല. ബാൽക്കണി ഡോറ് തുറന്നു കിടക്കുന്നുണ്ട്. അവൾ അവിടെ തന്നെ നിൽക്കുമായിരിക്കും എന്ന് മനസ്സിലായ ആൽഫി കയ്യിലെ വാച്ച് ഊരി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഇട്ടിരുന്ന ഷർട്ടും ഊരി മാറ്റി ബാൽക്കണിയിലേക്ക് നടന്നു. അപ്പോഴും പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ അവൻ പുറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചു. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവൾ ചേർന്ന് നിന്നു. എന്താലോചിച്ചുകൊണ്ട് നിൽക്കാണ് എൻ്റെ പൊണ്ടാട്ടി? അവൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ അപ്പോഴും അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ. എന്തു പറ്റി? കാര്യമായ ആലോചനയിലായിരുന്നു എന്ന് തോന്നുന്നു, ആൽഫി ചോദിച്ചു. അയാള് ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ ഇച്ചായ? അമ്മു ചോദിച്ചതും ആൽഫി അവളെ തിരിച്ചു നിർത്തി. ആര്? ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അഗ്നിദേവ്. അയാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അമ്മു പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കാര്യം ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ കാത്തിരിക്കും കേട്ടോ. അധികം വൈകാതെ ഞാൻ അതിൻ്റെ മറുപടി പറയാവേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.